ഹായ് ഫ്രണ്ട്സ്, ഓണാൾ സജിത്ത് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് എങ്ങനെ നമ്മൾ ഷോപ്പിൽ നിന്നെല്ലാം വാങ്ങുന്ന LED സ്റ്റാർ വീട്ടിൽ തന്നെ ചുരുങ്ങിയ ചിലവിൽ ചെയ്തെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിരുന്ന ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാം. അപ്പോൾ ഞാൻ അധികം പറഞ്ഞ് ലാഗാക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതിനായിട്ട് ആദ്യം തന്നെ വേണ്ട ഇതേപോലത്തെ ഒരു LED ഫ്രെയിമാണ്. ഇത് ചില ഇലക്ട്രോണിക് ഷോപ്പിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഇത് കിട്ടാതെ വരാണെങ്കിൽ എന്തെങ്കിലും കാർഡ്ബോർഡിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഷീറ്റിലോ ഈ ഒരു സ്റ്റാറിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തതിന് ശേഷം ഇതേപോലെ ആക്കിയെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ചില ഫ്രെയിമിലെല്ലാം ആദ്യം ഹോൾസ് ഉണ്ടാവും, ചിലതിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇതിലെ ഹോൾസ് ഉണ്ടായിട്ടില്ല, ഞാൻ ഹോൾസ് ആഡ് ചെയ്തതാണ് സിസർ യൂസ് ചെയ്തിട്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് മാർക്കിംഗ് കാണാൻ സാധിക്കും. ഇനി നമുക്ക് അടുത്തായിട്ട് വേണ്ടത് ഇതേപോലത്തെ LED ആണ്. ഞാനിവിടെ എടുത്തിരിക്കുന്ന മൾട്ടി കളർ LED ആണ്. ഇതെന്ന് വെച്ചാൽ റെഡും ഗ്രീനും ആണ് കളറ്. അതേപോലെ തന്നെ കുറച്ച് ബ്ലൂ കളറും എടുത്തിട്ടുണ്ട്. ഇത് മൾട്ടി കളറല്ല, സിംഗിൾ മാത്രമാണ്. ഇതെന്ന് വെച്ചാൽ ഇപ്പം കാണിക്കുന്ന ഈ ഒരു പൊസിഷനിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബ്ലൂ കളർ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിന് വേണ്ട ഇലക്ട്രോണിക് കോമ്പോണൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ വേണ്ടത് 400 വോൾട്ടിൻ്റെ ഒരു കപ്പാസിറ്ററാണ്. പിന്നെ അടുത്തതായിട്ട് 250 വോൾട്ടിൻ്റെ ഒരു കപ്പാസിറ്റർ, പിന്നെ 1K ഓംസിൻ്റെ ഒരു റെസിസ്റ്ററാണ്. ഇനി അടുത്തതായിട്ട് വേണ്ടത് ഡയോഡാണ്. 1N4007 ഡയോഡാണ്. ഞാനിവിടെ 4 എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റാറിൻ്റെ LED കണക്ഷൻ എന്ന് വെച്ചാൽ സീരീസ് കണക്ഷനാണ്. അപ്പോൾ സീരീസ് കണക്ഷൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞുതരാം. അതെന്ന് വെച്ചാൽ ഫസ്റ്റ് LED പോസിറ്റീവ് സെക്കൻഡ് LED നെഗറ്റീവിലേക്കും, സെക്കൻഡ് LED പോസിറ്റീവ് തേർഡ് LED നെഗറ്റീവിലേക്കും ആ ഒരു രീതിയിലാണ് കണക്ഷൻ പോവുക. അതായത് പോസിറ്റീവ് നെഗറ്റീവ് ആ ഒരു രീതിയിലാണ് കണക്ഷൻ പോവുക. അതുകൊണ്ട് തന്നെ LED ഒരേ ഡയറക്ഷൻ തന്നെ കണക്ട് ചെയ്യണം. അതായത് പോസിറ്റീവ് എല്ലാം ഞാൻ ഇപ്പോൾ ആക്കുന്നത് പോസിറ്റീവ് എല്ലാം മേലേക്കും നെഗറ്റീവ് എല്ലാം താഴേക്കും വരുന്ന രീതിയിലാണ്. ഇനി അടുത്തായിട്ട് രണ്ടാമത്തെ LED വെക്കുന്നുണ്ട്. അതായത് നേരത്തെ വെച്ച പോലെ തന്നെ പോസിറ്റീവ് മേലേക്കും നെഗറ്റീവ് താഴേക്കുമായിട്ട് തന്നെയാണ് ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിച്ച് നമുക്ക് എല്ലാ LED ഒന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് ബോർഡറിൽ LED ഞാൻ ഇപ്പോൾ ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സീരീസ് കണക്ഷനാണ്. ഫസ്റ്റ് LED പോസിറ്റീവ് സെക്കൻഡ് LED നെഗറ്റീവിലേക്കും, സെക്കൻഡ് LED പോസിറ്റീവ് തേർഡ് LED നെഗറ്റീവിലേക്കുമായിട്ടാണ് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു ബോർഡർ നമുക്ക് അങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ വരുമ്പോൾ ലാസ്റ്റ് ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും നമുക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഈ കണക്ഷൻ ചെയ്യുമ്പോൾ വേണമെങ്കിൽ സോൾഡർ ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന പോലെ ഇതേപോലെ ടൈറ്റ് ആക്കി കൊടുക്കാം. അപ്പോൾ ടൈറ്റ് ആക്കി കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് തന്നെ കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് ഫ്രെയിമിൽ LED എല്ലാം ഫിറ്റ് ചെയ്ത് കൊടുത്തു. അതായത് പോസിറ്റീവ് നെഗറ്റീവ് എല്ലാം കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് രണ്ടാമത്തെ ഫ്രെയിമിലുള്ള LED കണക്ട് ചെയ്യാം. ഇതേപോലെ തന്നെയാണ് പോസിറ്റീവ് നെഗറ്റീവ് സീരീസ് കണക്ഷൻ തന്നെയാണ്. അതേപോലെ തന്നെ ഞാൻ ആദ്യം കാണിച്ച ആ ഒരു ബ്ലൂ LED വെക്കുന്ന ഭാഗത്തും LED ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതും സീരീസ് കണക്ഷൻ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇപ്പോൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗം പോസിറ്റീവാണ്, ഇത് നെഗറ്റീവാണ്. അടുത്ത ഫ്രെയിമിൽ ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ് തന്നെയാണ്. മൂന്നാമത്തേലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമ്മൾ പോസിറ്റീവ് നെഗറ്റീവ് എല്ലാം ഒരേ സൈഡ് തന്നെ ആക്കാൻ ശ്രമിക്കുക. അതാകുമ്പോൾ നമ്മളെ കണക്ഷൻസ് കുറച്ചും കൂടി ഈസി ആക്കാൻ സാധിക്കും. ഇനി നമ്മൾ അടുത്തതായിട്ട് ബാക്കി വന്ന 3 പോസിറ്റീവും തമ്മിൽ കണക്ട് ചെയ്യുക. 3 പോസിറ്റീവും തമ്മിൽ കണക്ട് ചെയ്യുക. അതുപോലെ തന്നെ ആ 3 നെഗറ്റീവും തമ്മിൽ കണക്ട് ചെയ്യുക. അപ്പോൾ ലാസ്റ്റായിട്ട് നമുക്ക് ഒറ്റ പോസിറ്റീവും ഒറ്റ നെഗറ്റീവായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം. അപ്പോൾ ആദ്യത്തെ ഫ്രെയിമിലെ പോസിറ്റീവും രണ്ടാമത്തെ ഫ്രെയിമിലെ പോസിറ്റീവും മൂന്നാമത്തെ ഫ്രെയിമിലെ പോസിറ്റീവും തമ്മിലൊന്ന് കണക്ട് ചെയ്യുക. അതേപോലെ തന്നെ ആദ്യത്തെ ഫ്രെയിമിൽ നെഗറ്റീവും രണ്ടാമത്തെ ഫ്രെയിമിലെ നെഗറ്റീവും മൂന്നാമത്തെ ഫ്രെയിമിൽ നെഗറ്റീവും തമ്മിൽ കണക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ കണക്ഷൻസ് ഒക്കെ ചെയ്യുമ്പോൾ സൂക്ഷിച്ച് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം നിങ്ങൾ പോസിറ്റീവ് കണക്ട് ചെയ്യുമ്പോൾ നെഗറ്റീവിൽ ഒരു തരത്തിലും കോൺടാക്റ്റ് ഉണ്ടാകാൻ പാടില്ല. ഇനി നമുക്ക് അടുത്തായിട്ട് ഡയോഡ് നോക്കാം. അപ്പോൾ ഈ ഒരു ഡയോഡിൻ്റെ ഒരു ഭാഗത്ത് ചെറിയൊരു ഗ്രേ ബാൻഡ് കാണും. അതാണ് ഇതിൻ്റെ നെഗറ്റീവ്. ബാക്കി അടുത്ത ഭാഗം അതിൻ്റെ പോസിറ്റീവാണ്. അപ്പോൾ ഗ്രേ ബാൻഡ് വരുന്ന ഭാഗം നെഗറ്റീവും ബാക്കി അതിൻ്റെ പോസിറ്റീവാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ 2 ഡയോഡ് എടുക്കാം. അതിൽ ഗ്രേ ബാൻഡ് വരുന്ന ഭാഗം നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. അതായത് 2 നെഗറ്റീവ്. ഇനി നമുക്ക് അടുത്തായിട്ട് കണക്ട് ചെയ്യേണ്ട 2 പോസിറ്റീവ് തമ്മിലാണ്. ഇനി നമുക്ക് കണക്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പം വീഡിയോ കാണിക്കുന്ന പോലെ ഒരു നെഗറ്റീവും ഒരു പോസിറ്റീവും തമ്മിലും, അതേപോലെ അടുത്ത ഡയോഡിൻ്റെ ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും തമ്മിലാണ് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇന്ന് എക്സസൈറ്റ് വരുന്ന ഭാഗമെല്ലാം കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി അടുത്തതായിട്ട് കണക്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു 400 വോൾട്ടിൻ്റെ റേഡിയൽ കപ്പാസിറ്റർ ഈ ഒരു ഡയോഡിൻ്റെ ഒരു നെഗറ്റീവും ഒരു പോസിറ്റീവും വരുന്ന കണക്ഷൻ്റെ ആ ഒരു ഭാഗത്താണ് കണക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു കപ്പാസിറ്ററിന് പോസിറ്റീവും നെഗറ്റീവും ഒന്നുമില്ല, ഏത് വേണമെങ്കിലും കണക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു കപ്പാസിറ്ററിൻ്റെ ഒരു പിന്നും അതേപോലെ തന്നെ ഡയോഡിൻ്റെ ഭാഗത്തും കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് ഈ ഒരു 1K ഓംസിൻ്റെ റെസിസ്റ്റർ ഈ ഒരു ഡയോഡിൻ്റെ ഒരു പോസിറ്റീവും നെഗറ്റീവും കണക്ഷൻ വരുന്ന ഭാഗത്ത് കണക്ട് ചെയ്ത് കൊടുക്കുക.
ഓക്കെ, ഇനി നമുക്ക് 250 വോൾട്ടിൻ്റെ കപ്പാസിറ്റർ കണക്ട് ചെയ്യാം. അപ്പോൾ അതിൽ ലെങ്ത്ത് കൂടിയ ലെഗാണ് പോസിറ്റീവ്, ലെങ്ത്ത് കുറഞ്ഞ ലെഗ് നെഗറ്റീവ് ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു കപ്പാസിറ്ററിന് നെഗറ്റീവ് കണക്ട് ചെയ്യേണ്ടത് എവിടെയാണെന്ന് വെച്ചാൽ നമ്മൾ 2 പോസിറ്റീവ് ഡയോഡ് കണക്ട് ചെയ്ത ഭാഗത്താണ് നമ്മൾ ഈ ഒരു കപ്പാസിറ്ററിന് നെഗറ്റീവ് കണക്ട് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവ് കണക്ട് ചെയ്യേണ്ടത് നമ്മൾ ഡയോഡിൻ്റെ 2 നെഗറ്റീവ് കണക്ട് ചെയ്ത ഭാഗത്താണ് കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവ് കണക്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമ്മൾ 230 വോൾട്ട് AC ഇൻപുട്ട് കൊടുക്കേണ്ടത് എവിടെയാണെന്ന് വെച്ചാൽ ഒന്ന് റെസിസ്റ്ററിൻ്റെ ഈ ഒരു ലെഗിലും അതേപോലെ തന്നെ കപ്പാസിറ്ററിൻ്റെ 400 വോൾട്ട് കപ്പാസിറ്ററിൻ്റെ ഈ ഒരു ലെഗിലുമാണ് നമ്മൾ 230 കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഈ ഡയോഡിൻ്റെ ഈ 2 ഭാഗത്തു നിന്നാണ് LED-യിലേക്കുള്ള പോസിറ്റീവും നെഗറ്റീവും കണക്ട് ചെയ്യേണ്ടത്. അതായത് ഡയോഡിൻ്റെ 2 പോസിറ്റീവ് വരുന്ന ഭാഗത്താണ് നമ്മൾ LED-യിലേക്കുള്ള പോസിറ്റീവ് കണക്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ 2 ഡയോഡിൻ്റെ നെഗറ്റീവ് വരുന്ന ഭാഗത്താണ് നമ്മൾ LED-ൻ്റെ നെഗറ്റീവും കണക്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇൻപുട്ടുമായി ഔട്ട്പുട്ടുമായി നമുക്കിനി LED ഇതിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ LED-ൻ്റെ ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവാണ് കണക്ഷൻ കഴിഞ്ഞിട്ട് ബാക്കി ഉണ്ടാവുക. അപ്പോൾ അത് ഈ ഒരു സർക്യൂട്ടിൽ ഡയോഡിൻ്റെ ഭാഗത്ത് കണക്ട് ചെയ്ത് കൊടുക്കുക. നെഗറ്റീവും പോസിറ്റീവും കറക്റ്റായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതോടെ നമ്മുടെ കണക്ഷനും കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ആ ഒരു സർക്യൂട്ടും കാര്യങ്ങളെല്ലാം ഏതെങ്കിലും ഒരു ബോക്സിലാക്കി വെക്കുക. ഇനി നമുക്കിതൊന്ന് ഓണാക്കി നോക്കാം. നമ്മൾ LED എല്ലാം കറക്റ്റ് രീതിയിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ടോ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ LED എല്ലാം നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ കാണിച്ച രീതിയിൽ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചുരുങ്ങിയ ചിലവിൽ നമുക്ക് ഈ ഒരു സ്റ്റാർ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. ഇനി ഇതേപോലത്തെ വീഡിയോസ് ലഭിക്കാനായിട്ട് ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. ഇനി നമുക്കൊന്ന് അടുത്ത വീഡിയോ കാണാം.